സത്യം പറയാലോ. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് സീൻ പറഞ്ഞു തരും. അപ്പൊ രാവിലത്തെ സീനൊന്നും കുഴപ്പമില്ല, ഒരു പൂ തരുന്ന സീനാണ്. അത് നിങ്ങളെല്ലാം കണ്ടു കാണും. ഇയാൾ തന്നെ പറഞ്ഞ് പ്രമോഷൻ കൊടുക്ക്. ഒരു ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോ തൊട്ട് ഇയാൾ മാറ്റി മറിച്ചും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു. ഞാൻ എന്ത് സീനാണ് എല്ലാവർക്കും നമസ്കാരം. എനിക്കും വയസ്സായി, എൻ്റെ വീടിനും വയസ്സായി എന്ന് പറയുന്ന പോലെയാണ് അവസ്ഥ. രേണുസുധിയുടെ വീഡിയോ ചെയ്ത് മിക്കവാറും എൻ്റെ മൂക്കിൽ നിന്ന് പല്ല് വന്നാലും വായിന്ന് പല്ല് ഒഴിഞ്ഞാലും ഈ വിഷയം തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അമ്മാതിരി ലെവലിലാണ് രേണുസുധി പൊക്കോണ്ടിരിക്കുന്ന. സുഹൃത്തുക്കളെ, വീഡിയോ ആദ്യമായി കാണുന്ന ഒരു ലൈക്ക് അടിക്കുക, ഒരു ഹൈപ്പ് അടിക്കുക, ഒരു സബ്സ്ക്രൈബ് അടിക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഞാനും വെറുതെ ഇരിക്കില്ല, നിങ്ങളും വെറുതെ ഇരിക്കില്ല, എന്തെങ്കിലുമൊക്കെ ചെയ്യും. അപ്പം നമ്മുടെ വിഷയം രേണുസുധി സിന്തറ്റിക് ആണ്. സിന്തറ്റിക് മനസ്സിലായല്ലേ? മറ്റേ അത് തന്നെ അത് പിന്നെ അടി വീശി കുടിയാണ്. പിന്നെ വേറെ അതൊക്കെ മേലെ ഇങ്ങനെ കുറെ വിഷയങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ ഒരു സംഭവം ചർച്ച നടക്കുന്നുണ്ട്. ഞാൻ ആദ്യം തന്നെ ഇത് കണ്ടപ്പോൾ മനസ്സിലാക്കിയത് ഇത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചിട്ട് ഇവരെ ആൽബം അടുത്ത് റീച്ച് ഉണ്ടാക്കാനുള്ള ഒരു പ്ലാനായിട്ടാണ് ഞാനിത് മനസ്സിലാക്കുന്നത്. സീരിയസ്ലി പറയാമല്ലോ, എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. ഇവരെന്നെ പ്ലാൻ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് അടിക്കുകയാണ്. കണ. പിന്നെ പറയുന്നതിൽ കഴമ്പുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. അമ്മച്ചിയാണ്, ഞാൻ ഇതിന്റെ പിന്നാലെ അന്വേഷിച്ച് പോയിട്ടില്ല. ഞാൻ പഴയതുപോലെ ഇന്നിപ്പോൾ ഇവളുടെ തീട്ട കേസുകൾ ഞാൻ അങ്ങനെ അന്വേഷിക്കാറില്ല. ഇനി ഞാൻ അന്വേഷിക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അന്വേഷിക്കും, കാരണം അന്വേഷിക്കണമല്ലോ. പക്ഷെ ഇപ്പം ഞാൻ റീസെന്റ് അന്വേഷിക്കാറില്ല. അങ്ങനെ വരുന്ന സംഭവങ്ങളൊക്കെ വെച്ചിട്ട് എൻ്റെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത് പതിവ്. അപ്പൊ പുതുതായിട്ട് വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതോ ഒരു കൊണച്ച ആൽബം, കന്നും കുട്ടിയും കല്ലും കുട്ടിയും എന്നൊക്കെ പറയുന്നത് ഏതോ ഒരു അപരാധ ആൽബം ഷൂട്ടിംഗ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതില് ആ ഒരു മുടി വളർത്തി കൊടുത്തേണ്ട് യവൻ പറയുന്നു ഇവളടുത്ത് ഏതോ സീൻ അഭിനയിക്കാൻ പറഞ്ഞപ്പോൾ ഇവൾ അവിടെ കിടന്ന് തുടിച്ച് അഴിഞ്ഞാടി വലിച്ചൂടി അടിച്ചെന്നൊക്കെ പറയുന്നുണ്ട്. ഇവള് ഡ്രഗാണ്, ഇവള് കുടിച്ചതിന്റെ നാറ്റമൊന്നുമില്ല, ഇവള് സിന്തറ്റിക് ആണ് എന്നൊക്കെയുള്ള രീതിയിൽ അവൻ അങ്ങോട്ടങ്ങ് അടിച്ച് വിടുകയാണ്. ഷെഫീനയുടെ ചാനലിലാണ് ഞാൻ സംഭവം കണ്ടത്. എന്തായാലും നമുക്കൊരാര്യം തുടങ്ങി. എന്തിനേശം രേണുവിന് പറയാനുള്ളത് കേൾക്കണമല്ലോ. അത് നമുക്ക് മർമ്മ പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ്. അത് കേട്ടിട്ട് പോയാൽ മതി. എന്തായാലും ഇത് തുടങ്ങാം. അതെ, ആ നാക്ക് അത് ചെറുതൊന്നുമല്ല. അതെനിക്കിത് ഇത് കണ്ടപ്പോ തന്നെ മനസ്സിലായി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അകത്തെവിടെയാണ് സംസാരിക്കണത്, പുറത്ത് നിന്നാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യണത്. ആൾക്കാരെ കണ്ടു, പക്ഷെ ആ സൗണ്ടും ആ നാക്ക് അത് അപരം തന്നെ. അനാക്കോണ്ട അമ്മാതിരി നാക്കാണ് കിടക്കുന്നത് വായിക്കകത്ത്. എന്തെല്ലാം പറയടേ, നമുക്ക് എങ്ങനെയാണല്ലേ. ഇവിടെ നമ്മുടെ രേണുസുധി പോപ്പുലറാണ്, സെലിബ്രിറ്റിയാണ്. നമുക്ക് അതിന്റെ ഒരു റെസ്പെക്ട് കൊടുറേ. എന്തിനിടെ നീ ഇങ്ങനെ ഒരു റെസ്പെക്ട് കൊടുത്ത് സംസാരിക്കടേ. ചുമ്മാ വാല പോലെ വല്ലതൊക്കെ വിളിച്ചു പറയാതെ ഒരു റെസ്പെക്ട് കൊടുറേ. ഇത്രയും സെലിബ്രിറ്റിയായ രേണുസുധിക്ക് ഒരു റെസ്പെക്ട് കൊടുക്കാൻ നീ സംസാരിക്കരുത്. ഇത്രയും പോപ്പുലറാണ്. ഒന്നാമത് ടൈമിങ്ങിൽ ഷെഡ്യൂൾ ഇല്ലാതെ കിടക്കുകയാണ്. ഏത് ഷെഡ്യൂൾ, എന്തി തേങ്ങ അതൊക്കെ ഇല്ലാതെ കിടക്കുകയാണ്. ഒന്നാമതേ മൊത്തം ഓട്ടമാണ്. അതിന്റെ ഇടയിൽ കൂടിയാണ് നീ. ശരിയല്ല, ഇത് മോശം. നമ്മളെ രേണുസുധി ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല കേട്ടോ, വളരെയധികം മോശം. എടാ രേണുസുധിക്ക് ഇപ്പോഴാണോ നീ സീൻ കാണിച്ചു കൊടുത്തത്? സീൻ പറഞ്ഞു കൊടുത്തത് എന്തുവാടാടി? ഇത്രയും പോപ്പുലറായ ഒരു ആക്ട്രസിന് എന്തുകൊണ്ട് നേരത്തെ നീ സീൻ പറഞ്ഞു കൊടുത്തില്ല? വളരെയധികം മോശമായിപ്പോയി. സീനൊക്കെ നേരത്തെ പറഞ്ഞു കൊടുക്കാനുള്ളതാണ്. ഇത് രേണുസുധി ഫാൻസ് ആയിട്ടുള്ള നമ്മുടെ അസോസിയേഷൻ അംഗീകരിക്കത്തില്ല. രേണുവിന് നേരത്തെ നിങ്ങൾ സീനൊക്കെ പറഞ്ഞു കൊടുക്കണം. ഇതെന്തുവാ ഇത്രയും പോപ്പുലറായ ഒരു യുവ നടി ഇപ്പൊ ഇല്ല. അടുത്ത ബാഹുബലി 3 രേണുസുധി എന്നാണ് പറയുന്നത്, പ്രഭാസിന്റെ മോളായിട്ട്. എന്നിട്ട് അടുത്ത പ്രഭാസ് വരുമ്പോൾ അതിന്റെ നായികയായിട്ടാണ് 4 നമുക്ക് കാണാൻ സാധിക്കുന്നത് രേണുസുധി. അപ്പൊ ഇത്രയും ഷെഡ്യൂൾ ഡേറ്റ് ഒക്കെ ഇട്ട് നിൽക്കുന്ന രേണുസുധിക്ക് നീയൊക്കെ കഥ പറഞ്ഞു കൊടുത്തില്ലടാ. ശരിയല്ലേ? ഇത് ഞാൻ അംഗീകരിക്കില്ല. ഇല്ലല്ല രേണുസുധി, അതെ തീർച്ചയായും പട്ടി ഷോ കാണിക്കും. അതെ തീർച്ചയായും. ഞാനങ്ങ് അഭിനയിച്ച പോരെ എന്നാണ് നമ്മുടെ രേണു പറയുന്നത്.
അഭിനയിക്കാനുള്ള കഴിവ് രേണുവിനില്ല എന്നുള്ളൊരു കാര്യം വ്യക്തമായിട്ട് എനിക്കറിയാം. അതുകൊണ്ട് വീട് പോട്ടെ, കഴിവില്ലെങ്കിലും കഴിവുള്ളവന്മാരെ കഴിവേറിയെന്ന് വിളിക്കുന്നവനാണ് ഞാൻ. തിരിഞ്ഞു അല്ലേ? കഴിവ് കുറച്ച് കൂടിയവരെയാണ് ഞാൻ കഴിവേറിയവരെ എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. ഇതിൽ രേണുസുതി നിനക്ക് ആ കഴിവില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. അഭിനയിക്കാനുള്ള കഴിവൊന്നും നിനക്കില്ല. ഇനി ഈ മുടി വളർത്തിയ ഡയറക്ടർ ഉണ്ടല്ലോ, മുടി വളർത്തിയുണ്ടെങ്കിൽ ഒരു ഇത് കാണിയിട്ടേ, നീ എന്തിനടേ പറ. അവൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവള് മറ്റേതാണെന്ന്, യാത് സിന്തറ്റിക് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് കാണിച്ചു തരും. നമ്മൾ കാണിച്ചു കൊടുക്കണം. എന്നാ പിന്നെ നമ്മൾ കാണിച്ചാൽ പോരെ. നമ്മൾ വീട്ടിൽ കിണർ ഒഴിക്കാൻ ഒരാളെ വിളിച്ചു വരുത്തി കഴിഞ്ഞാൽ അയാൾ ബൈക്കോട്ട് വന്നിട്ട് ഒന്ന് കുത്തി കാണിച്ചു തരും എന്ന് പറയും. കിണർ ഒഴിക്കുന്നതും അഭിനയിക്കുന്നതും തമ്മിൽ എന്താ കണക്ഷൻ? ഇവിടെ അഭിനയിച്ച് കാണിച്ചു കൊടുക്കുക. ഇവിടെ ലോകേഷ് കനകരാജ് വരെ അഭിനയിച്ച് കാണിക്കാറുണ്ട്. പിന്നെയാണ് നിന്റെ ഈ കുണച്ച ആൽബം. അതൊന്ന് അഭിനയിച്ച് കാണിച്ചു വിടറേ നമ്മളെ രേണുവിന്. രേണു ഫാൻസ് ഇത് തളർന്നു നിൽക്കുകയാണ് കേട്ടാ. ഉള്ള കാര്യം പറയാം, ഒന്ന് അഭിനയിച്ച് കാണിച്ചു വിടറേ. മോശം പറ്റത്തില്ല, അഭിനയിച്ച് തന്നെ കാണിക്കണം രേണുവിന്. നീ എന്ത് കുണച്ച് എക്സാമ്പിൾ ആയിട്ടായി പറയണേ? അഭിനയിക്കുന്നതും കിണർ ഒഴിക്കുന്നതും തമ്മിൽ നിനക്ക് കണക്ട് ചെയ്യാൻ പറ്റിയതിന് നീ എന്തോ വലിയ കാട്ടുകിഴങ്ങെന്ന് ഞാൻ പറയത്തുള്ളൂ. ഉള്ള കാര്യം പറയല്ലേ. അഭിനയിക്കുന്നതും കിണർ ഒഴിക്കുന്നതും തമ്മിൽ, ഇവിടെ കിണർ ഒഴിക്കാൻ നമ്മൾ പണിക്ക് ആളെ വിളിക്കുന്നതാണ്. അഭിനയിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അറിഞ്ഞൂടാത്ത സീനൊന്ന് അഭിനയിച്ച് കാണിച്ചു കൊടുത്താലേ അടുത്ത അവർക്ക് അഭിനയിക്കാൻ പറ്റത്തുള്ളൂ. പത്തറ്റിക്. ഇതെന്താ ഇങ്ങനെ? ഈ യൂണിവേഴ്സ് മൊത്തം ഇങ്ങനെ ആയിപ്പോലോ. കഷ്ടം. ഇനി അറിയില്ലെങ്കിൽ അഹങ്കാരല്ലാതെ പഠിക്കാനുള്ള മോളതയോട് കൂടി നിൽക്കണം. സഹകരണം വേണം. എനിക്കും ഇത് വലിയ കാര്യത്തിൽ അറിയില്ല, നമ്മളിതൊന്നും കോഴ്സ് എടുത്ത് പഠിച്ചല്ല. അപ്പൊ പറയുന്നിട്ട് ഞാൻ നമ്മളെല്ലാം പോയി പഠിച്ചിട്ട് വന്നതാണ്. നമ്മൾ ഇങ്ങനെയൊക്കെ തന്നെ തട്ടിമുട്ടിയൊക്കെ പോണേ. കഞ്ഞി പിടിച്ച് പൊട്ടറേ എന്തരടെ ദീഗ്രേ. ഇവൻ പറയുന്ന കേട്ട് കഴിഞ്ഞാൽ ഇവൻ നല്ലവനെന്ന് തോന്നുന്നു, അവള് പറയുന്ന കേട്ട് കഴിഞ്ഞാൽ അവള് നല്ലവളെന്ന് തോന്നുന്നു. ഇതിലാരാ പക്കള? ഞാനേ? അത് ശരിയാവൂലേ? നീ പറയടാ മുത്തേ. ഒരു കാര്യം പറഞ്ഞു കൊടുക്കുമ്പോ നമ്മളെയും കൂടി ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇല്ലെങ്കിൽ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും വീഡിയോസിൽ ഞാൻ ഇത്തരം വൾഗാരിറ്റികൾ സപ്പോർട്ട് ചെയ്തൊന്ന് കാണണം. മദ്യപിക്കുന്ന ഇവർ നമ്മുടെ കൂടെ മദ്യപിച്ചില്ല. നമ്മൾ കൊണ്ടുവന്ന സാധനം അടിക്കാൻ പറ്റിയില്ല. അപ്പൊ നീ സാധനം കൊണ്ട് വന്നല്ലേടാ, അടിക്കാൻ പറ്റാത്തതിന്റെ സങ്കടമാണല്ലേ നീ രേണുവിനെതിരെ ഇങ്ങനെ സംസാരിച്ചോ? രേണു ഫാൻസ് നിങ്ങൾ ശാന്തരാകരുത്. വരൂ ആവോ ജൽദി ആവോ, വരൂ പെട്ടെന്ന് വരൂ. ഇത് പറ്റത്തില്ല. രേണുവിനെ നീയൊക്കെ കരുതി കൂട്ടി കൊടുക്കുകയാണ് സുഹൃത്തുക്കളെ. ഇത് നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. മദ്യപിക്കുന്നതാ നീയൊക്കെ. വിടില്ല ഒരുത്തനെ ഞാൻ വിടില്ല. ബാ കൂടെ പോയിട്ട് വന്നാണ്. ഇവരെ കൂടെ പോയി വന്ന മദ്യം തന്നെയാണ് അടിച്ചതെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം മണമൊന്നുമില്ല. എടാ മണമില്ലാത്ത മദ്യം ഉണ്ടോ? അതെനിക്കറിയത്തില്ല അല്ലേ? അപ്പൊ ചോദിക്കും നിനക്ക് എങ്ങനെയാടാ അറിയാം? സത്യമായിട്ട് അമ്മച്ചിയാണ് ഞാൻ അടിക്കത്തില്ല. എന്റെ ഫ്രണ്ട്സൊക്കെ അടിക്കുന്നവരൊക്കെ അടിച്ച് കഥകളൊക്കെ പറയുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ അറിയാം. സത്യമായിട്ടും അമ്മച്ചിയുടെ ഞാൻ അടിച്ചിട്ടില്ല. അത് വിട്. അപ്പൊ മണമില്ലാത്തതും ഉണ്ട്. അതിന്റെ പേരെന്താ ഞാൻ മറന്നുപോയി. ഏതോ ഒരു സാധനം അന്ന് എന്റെ ഫ്രണ്ട് ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു. മണമില്ലാത്തൊരു സാധനം, കല്യാണ വീട്ടിൽ അടിച്ചോണ്ട് പോകാൻ പറ്റിയ സാധനം. അതൊന്നും തപ്പാണ്. തപ്പെന്ന് വെച്ചാൽ തപ്പി നോക്കാനല്ല, തെറ്റ്. പുറത്തേക്ക് ഇറങ്ങുക, റൂമിൽ നിന്ന് ഒരാളോട് സ്വകാര്യമായിട്ടോ അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരോട് സംസാരിക്കല്ല. പുറത്താണ് യൂട്യൂബേഴ്സ് നിൽക്കുന്നത്, അവരുടെ മുമ്പിലേക്ക് അങ്ങനെ ചെല്ലാണ്. എന്നിട്ട് കൂടെ ഒച്ച ഉണ്ടാക്കുകയാണ്. അത് രസം. ഇവിടെ ഈ ഒച്ച ഉണ്ടാക്കി എടാ കൊച്ചു കള്ള, ഇത് നീ അവളും കൂടി ചേർന്നുള്ള പ്ലാനിങ് അല്ലേ? നിന്റെയൊക്കെ അടുത്ത കണ്ണും കുപ്പി കള്ളും കുട്ടിയും ക്ലിക്കാക്കാൻ വേണ്ടിയിട്ട്. എനിക്കറിയാം നീയൊക്കെ ചുമ്മാ തള്ളി മറിക്കാതെ. നീയൊക്കെ എല്ലാം ഉടായ്പാണ്. ഉള്ള കാര്യം പറയാനില്ല. ഇതിൽ ഞാൻ മാത്രമുണ്ട്, സത്യവാനായി അയ്യപ്പൻ നായർ. ഒറ്റ വീഡിയോ പോലും ഉമ്മാരെടുത്തിട്ടില്ല. ഉമ്മാരാണല്ലോ കൊണ്ടുപോയി കുളത്തിലാക്കിയത്. ഉമ്മാരെടുത്താൽ എന്തായിരിക്കും? ഇവരെങ്ങനെ ആയി എന്നുള്ള ചോദ്യം വരില്ലേ? അതെ, ഞാനും ചോദിക്കുന്നത് ഇവരെന്താ വീഡിയോ എടുക്കാഞ്ഞ്? അമ്മ പ്രസവിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈൽ വെക്കുന്ന ടീമാണ് ഇവര്. അതെ അല്ലേ? അവര് ഈ രേണു അവിടെ കിടന്ന് അത് പറ്റില്ല ഇത് പറ്റില്ല അങ്ങനെ ആക്കില്ലേ, ഞാൻ കംഫർട്ട് അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ അന്തമില്ലാതെ വിളിച്ചു പറഞ്ഞോണ്ടിരിക്കുകയാണ്. ഞാൻ അപ്പുറത്ത് കൈയ്യട്ടിക്ക ഒന്നും വേണമെന്ന് ചോദിച്ചിട്ടില്ല. അപ്പോഴാ പറ്റില്ല എന്ന് പറയുന്നത്. നിങ്ങൾ അവരോട് മിസ്ബിഹേവ് ചെയ്തു അല്ലെങ്കിൽ നിങ്ങൾ കൂടുതൽ എന്തെങ്കിലും കോംപ്രമൈസിന് പറഞ്ഞിട്ടുണ്ടാകും. അതിനാണ് ഞാൻ ഈ 3-4 ദിവസം കൊടുത്തത്. അവരിത്രയും വീഡിയോ എടുത്തിട്ടും 21 വീഡിയോ ഇട്ടിട്ടും അവര് ഈ വീഡിയോ എന്താ എടുക്കാനേ? ഞാൻ പറഞ്ഞത് ഞാൻ അവർക്ക് 3 ദിവസം കൊടുത്തില്ലേ? അവർ എവിഡൻസ് കൊണ്ടിട്ടേ ഞാൻ എന്താണ് അവരോട് പറഞ്ഞതെന്നുള്ളത്. ഞാൻ എന്തെങ്കിലും വൃത്തികേടോ അനാവശ്യമോ അവരോടെന്നല്ല ഈ കാലഘട്ടത്തിൽ ആരോടെങ്കിലും പറഞ്ഞു തെളിയിച്ചാൽ പരിപാടി നടത്തും. ആളുകളായിട്ട് സംസാരിച്ചിട്ട് അയ്യേ നീ അവരാ വൃത്തിയോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഈ കാലഘട്ടത്തിൽ തെളിയിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് നീ അവസാനം ആണുങ്ങൾക്ക് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അതെനിക്ക് നിന്റെ മീശൻ താടി ഇല്ലായ്മ കണ്ടപ്പോഴെനിക്ക് തോന്നി. അങ്ങനെ ചെല്ലാണെങ്കിൽ മീശൻ താടി വേണം നല്ല കേട്ടാ. എന്തായാലും അണ്ണന്റെ പറച്ചിൽ എനിക്ക് എന്തോ ഒരു വശപ്പശൊക്കെ വന്തിയോട് ഫീൽ ചെയ്ത്. ആണുങ്ങളടുത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പെണ്ണുങ്ങളടുത്ത് പറഞ്ഞിട്ടില്ല. അതെന്താണ് അണ്ണ അർത്ഥം?
അണ്ണനൊരു കില്ലാടി തന്നെ തോന്നുന്നു. പറ. സ്ത്രീകൾ പോരാഞ്ഞിട്ടല്ല, ഇവര് മാത്രമേ വരാറുള്ളൂ. ഇവര് വീട്ടിൽ നിന്ന് വേറെ ആരും വരാറില്ലേ? മാനേജർ വരുന്ന പറഞ്ഞിരുന്നത്. മാനേജർ ഇല്ലാണ്ട് താമരശ്ശേരി ഒറ്റയ്ക്ക് വന്നിറങ്ങി. അത് സത്യത്തിൽ എനിക്കൊരു ചെറിയ വിഷമം തോന്നിയിരുന്നു. കാരണം മാനേജർ ഇല്ലെങ്കിൽ എന്താ, നമ്മുടെ തങ്കം ചേട്ടനെ വിളിച്ചാൽ പോരെ? തങ്കം ചേട്ടൻ വരത്തില്ലേ? തങ്കം ചേട്ടൻ കട്ടക്ക് 2 ബുള്ളറ്റ് നെഞ്ചിൽ വരുന്ന റത്തോർന്ന് സത്തോരനെ വെച്ചാടാ തങ്കം ചേട്ടൻടാ. തങ്കം ചേട്ടായി ഒരു സ്ത്രീ ഒറ്റയ്ക്ക്, ഞാൻ വീട്ടിലേക്ക് ഡ്രൈവറെ അവിടെ അവൻ പോയി എടുത്തുകൊണ്ടിരുമ്പോൾ ഞാൻ നോക്കുമ്പോൾ കൊച്ചു മാത്രമേ ഉള്ളൂ. എനിക്ക് ഉള്ളിലൊരു സങ്കടം വന്നു. കാരണം ഞാൻ വിചാരിച്ച മാനേജർ ഉണ്ടാവുന്ന. അപ്പൊ ആ ഇറങ്ങുന്ന സമയത്ത് ഒരു വൈകിട്ട് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ ബുദ്ധിമുട്ടായി പോയാൽ. അതെ തീർച്ചയായും. താമരശ്ശേരിയാണ് അങ്ങനത്തെ വിഷയം. പോലീസ് സ്റ്റേഷന്റെ തൊട്ടടുത്താണ് അവർ വണ്ടി ഇറങ്ങുന്നത്. അതൊന്നും വിഷയമല്ല. പിണങ്ങി പോയ സ്ഥിതിക്ക് പൈസ പിണങ്ങി പോയതല്ല, അവര് കിടന്ന് അവിടെ കിടന്ന് ഒച്ച ഉണ്ടാക്കി. അപ്പൊ ഞാൻ യൂട്യൂബേഴ്സിനോട് ചോദിച്ചു, നിങ്ങൾ നീ ഒന്നും ചോദിക്കണ്ട, നീയും കണക്കാ യൂട്യൂബേഴ്സും കണക്കാ. അത് വിട്. അപ്പൊ അണ്ണൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രേണാസുന ഇത്തിരി വിഷയമാണ് എന്നാണ് അണ്ണൻ പറയുന്നത്. എന്നാൽ രേണാസുന ഇതിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. അതായത് ഇവളെന്തോ ലിപ് ലോക്ക് സീനിൽ അഭിനയിക്കാൻ വിളിച്ചപ്പോൾ ഇവക്ക് താല്പര്യമില്ലെന്ന് അങ്ങനെ എന്തൊക്കെയാണ് അവള് പറയുന്നത്. സത്യത്തിൽ അമ്മച്ചാണ് എനിക്കറിയത്തില്ല എന്തിങ്ങനെ കുറെ വധൂരി ടീമുകൾ ഇത്രയും പെർഫെക്റ്റ് ആയിരുന്നു രേണുസുതി. മെമ്പർഷിപ്പിൽ വന്നിട്ട് എല്ലാം ഓർമ്മകൾ മാത്രമായേതോ തെളിഞ്ഞ സൂര്യൻ ഉള്ളിനുള്ളിലെ ദീപനാളമായി നിലനാഴി പൊന്നും കിരുനീല കണ്ണും ആ സെറ്റപ്പായിരുന്നു മെമ്പർഷിപ്പിൽ. പക്ഷേ ഇപ്പോഴത്തെ വന്നിട്ട് എനിക്ക് പറ്റത്തില്ല, ലിപ് ലോക്ക് പറ്റത്തില്ല. ഇത് വിവാദം ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. കാരണം ഇനി രേണുവിനെ കുറിച്ച് നല്ല പറയണം. ഇത്രയും പെർഫെക്റ്റ് ആയിരുന്നു നമ്മുടെ രേണുസുതി എന്ന് നാട്ടുകാർ പറയണം. ലിപ് ലോക്ക് സീനിലൊന്നും രേണുസുതി അഭിനയിക്കത്തില്ല കണ്ട് അങ്ങനെ പറഞ്ഞ് വരുത്തി തീർക്കാനുള്ള ഒരു സാധനമാണ്. എന്നിട്ട് ഇതിന്റെ പേരിൽ ഈ സാധനം അങ്ങോട്ട് അഭിനയിക്കും. അവസാനം എസ്മോ പോലെ വീണ്ടും ചർച്ചാ വിഷയമാവും. പിന്നെ കത്തല്ലായിരിക്കും. അതിനുള്ള പ്ലാനാണ് കേട്ടോ. ഇതൊക്കെ മനസ്സിലാക്കാനുള്ള നോൺ സെൻസ് എങ്കിലും എനിക്കുണ്ട്, കോമൺ സെൻസ് ഇല്ലെങ്കിൽ പോട്ടെ. ഇനി എന്തായാലും രേണുസുതി ഇതെല്ലാം എല്ലാവരും അറിയണം. ആൽബം അഭിനയിക്കാൻ എന്നെ വിളിച്ചു, ചതിക്കപ്പെട്ടു രേണുസുതി. ഇത് പണ്ട് യസ്മയിൽ മറ്റേ ഖദീജ എന്ന് പറയുന്ന അവളെ വിളിച്ച് അവളൊരു ഇന്റർവ്യൂ കൊടുത്ത പോലെ ആയിപ്പോയി. അതായത് അവളെയും വിളിച്ച് നിർത്തി ചതിപ്പിച്ച് കളഞ്ഞെന്ന്. അപരാധത്തിൽ അഭിനയിച്ച് സാധനവും പുറത്തിറങ്ങിയപ്പോൾ അവള് പറയുന്നത് ഞാൻ ചതിക്കപ്പെട്ടു പോയെന്ന്. അയ്യോ ഞാൻ അറിഞ്ഞില്ലെന്ന് ഇത് ഇങ്ങനത്തെ പടമാണെന്ന്. ഞാനത് കണ്ടപ്പോഴേ മനസ്സിലായി അത് അഭിനയമല്ല, അത് ജീവിക്കുകയായിരുന്നു. സത്യം. എന്തായാലും അതുപോലെയാണ് ഇപ്പൊ ഇവള്. അയ്യോ ഞാനും ചതിക്കപ്പെട്ടു ഗായ്സ്, ഞാനും ചതിക്കപ്പെട്ടു. എന്തോന്നടേ എന്തായാലും പറയടേ. എയർ ബാഗ് ഒക്കെ ഉണ്ടല്ലോ എവിടെ വണ്ടിയില്. ഇപ്പം രേണു അഭിനയിക്കാൻ പോയ ഒരു ആൽബം ഷൂട്ട് മുടങ്ങി. അതില് ഒരുപാട് ആരോപണങ്ങള് രേണു അതില് ലഹരി ഉപയോഗിച്ചു എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയുണ്ടായി. എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്? ഇത് വളരെ ഒരു നല്ല ഇതാണ്. അത് അങ്ങനെയാണ്. ഈ ഒരു സെറ്റപ്പിലാണ് രേണു ഇരിക്കുന്നത്. പച്ചക്കള്ളമാണെന്ന് പോലും. അതിപ്പോ നിന്നെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നീ എന്തെങ്കിലും സത്യം പറഞ്ഞ ചരിത്രമുണ്ടോ? ജീവിതത്തിൽ നീ സത്യം പറഞ്ഞിട്ടുണ്ടോ? വേറെ ഒന്നും വേണ്ട. ഹനാൻ പറഞ്ഞതിനെ പറ്റിയിട്ടെങ്കിലും നീ അതിൽ എന്തെങ്കിലും പറഞ്ഞു? ഇല്ലെന്നോ ഉണ്ടെന്നോ പറഞ്ഞില്ല. അതെന്താ അബോർഷൻ ചെയ്യില്ലേ? സ്ത്രീകളെ പെണ്ണുങ്ങളായ അബോർഷൻ ചെയ്യും. ഈ ഒരു സാധനമാണ് നീ ഒന്ന് അടിച്ചത്. ഇത്രേ വിവരമേ തുറക്കുള്ളൂ. അതുകൊണ്ട് അത് നീ വിട്ട്. പിന്നെ ആൽബം കള്ളമാണെന്ന് നമുക്ക് ഞാനും കുറച്ച് ആൾക്കാരോട് നമ്മുടെ മീഡിയക്കാരെ കുറച്ച് പേര് അവര് പ്രമോഷന് വേണ്ടി വിളിച്ചു. അതായത് എന്നോട് ഈ വിപിൻ എന്ന് പറയുന്ന വിപിൻലാൽ എന്ന് പറഞ്ഞ ഈ ചെറ്റൻ തന്നെ ഞാൻ പബ്ലിക്കായിട്ട് ഇവള് ഒന്നി തെണ്ടിന്ന് വിളിക്കും, അല്ലെങ്കിൽ ചെറ്റെന്ന് വിളിക്കും, അല്ലെങ്കിൽ 90 മോനെന്ന് വിളിക്കും. ഇതൊക്കെ ഹൈലൈറ്റ് ആണല്ലേ. എന്നെ ഇടയ്ക്ക് നീ എന്തോ വിളിച്ചിരുന്നു. കുഴപ്പമില്ല, ഞാനത് ക്ഷമിച്ച്. കൊച്ചു പിള്ളേർ അമ്മച്ചിമാരെന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് കാര്യമായിട്ട് എടുക്കത്തില്ല. അതുപോലെ വൃത്തികെട്ടവനാണ് ഈ വിപിൻലാൽ എന്ന് പറയുന്നവൻ. അവൻ കുണുങ്ങി എന്ന ആൽബത്തിലാണ് എന്നെ നല്ല പേര്. അവൻ സീരിയസ് ആയിട്ടൊരു മാറ്റർ പറയുമ്പോഴാണ് അവൻ കുണുങ്ങി എന്ന ആൽബത്തിലാണ് അവൻ എന്നെ കുണുങ്ങി നല്ല പേര്. പണ്ടൊക്കെ ആൽബത്തിനൊരു വാല്യൂ ഉണ്ടായിരുന്നു. ഇപ്പൊ ആൽബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ചിരിക്കും. ഒന്നും പണയാണില്ല. ദാസേട്ടനെ വെച്ചുള്ള ആൽബത്തിലാണ് ഞാൻ കാണുന്നത്. അയാൾ ഡയറക്ടർ ആയിരുന്നു. ഇതിനുശേഷം അയാള് കുറെ നാൾ മുന്നേ എന്റെ അടുത്ത് ഒരു ദുബായിലോ അബുദാബിയിലുള്ള ഒരു സൗദിയിലുള്ള ഒരു പെണ്ണാണ് ഇതിന്റെ ഡയറക്ടർ. 24 മണിക്കൂർ വിളിച്ചോണ്ടിരിക്കും അങ്ങോട്ടും. അപ്പൊ ഞാൻ ചോദിച്ചത് ഇതാണ് അതിനെ അവര് വിളിച്ചോണ്ടിരിക്കുന്നതിന് നിനക്കെന്താടി? ഇതെന്താ? ഇത് അങ്ങനെ വിളിക്കാനും പാടില്ലേ? നിനക്കും അത്ര വിളിക്കാവൂ. നീ വിളിക്കുന്നുണ്ടല്ലോ. എന്റെ ആഫ്രിക്കയിലെ UK എന്റെ കാമുക, എന്റെ മുസ്ലിം കാമുക, എന്റെ സക്കീർ ഹുസൈൻ എന്നൊക്കെ പറഞ്ഞ് നീ വിളിക്കാറുണ്ടല്ലോ. അപ്പോഴാൾക്കാരല്ല പറയുന്നുണ്ട് എങ്കിലും. അപ്പൊ അങ്ങേർക്ക് എന്ത് വിളിച്ചൂടെ? അതാണ് അങ്ങേരുടെ ആരെങ്കിലും വിളിക്കാറുള്ള റൈറ്റ്സ് ഇല്ലേ? സോ പദത്തെറ്റിക്കാ. പ്രൊഡ്യൂസർ ആണെന്ന് പറഞ്ഞു. പ്രൊഡ്യൂസർ കാശ് അയച്ചു തന്നു. ഇവൻ ഈ പറയുന്ന പോലെ 15 or 20 ഒന്നും അയച്ചു തന്നിട്ടില്ല. എനിക്ക് അഡ്വാൻസ് അയച്ചു തന്നില്ല. ഒരു പുതിയൊരു ആൽബം ഉണ്ട്. എന്നോട് സ്റ്റോറി ഒന്നും പറഞ്ഞിട്ടില്ല. എന്നോട് പറഞ്ഞു കുറച്ച്. അതെന്താ അഡ്വാൻസ് 15 or 20 എനിക്ക് തന്നില്ല. എനിക്ക് 101 രൂപ പറ്റില്ല തന്നാ എനിക്ക്. എന്ത് പാടി തള്ളാതെ. നിന്റെയൊക്കെ മൊത്തത്തിലുള്ള നാടകമാണെന്ന് ഇത് കാണുമ്പോൾ തന്നെ അറിയാം. എല്ലാം കൂടി മെഴുകുന്നത് ആ സാധനം അടുത്ത ആൽബത്തിന് ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കിയിട്ട് വിപ്ലവം ഉണ്ടാക്കിയിട്ട് റീച്ച് ഉണ്ടാക്കാനുള്ളതാണ്. എഴുതി വെച്ചോ. ഇത് ഞാനാ പറയുന്ന. എന്റെ പേര് മറക്കേണ്ട. അതുൽ. അത്രേ ഉള്ളൂ. കൂടുതലൊന്നും പറയാനില്ല.
കുറച്ച് ഡ്രസ്സാണ്, മോഡൽ ഡ്രസ്സാണെന്ന് പറഞ്ഞു ഇയാള്. അപ്പൊ ഞാൻ പറഞ്ഞു ശരി ചേട്ടാ മോഡൽ ഡ്രസ്സാണ്, ഞാൻ നോക്കട്ടെ, എനിക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം. ഞാൻ ഞാൻ റാസൽ ഗെയിമിൽ ദുബായിൽ പോവാ, നിങ്ങൾ കുറച്ച് മോഡേൺ ഡ്രസ്സാണ്, എനിക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രമേ ഞാൻ ഇടത്തുള്ളൂ. മെമ്പർഷിപ്പിന്റെ അകത്ത് ചിരനൊഴിയിൽ ചെളിനൊഴിയിൽ സാഗര സൗന്ദര്യം ഈ സെറ്റപ്പിൽ നിൽക്കുന്ന ഇവക്ക് കംഫർട്ടബിൾ ആണെങ്കിലേ ഞാൻ ഇത് യൂസ് ചെയ്യത്തുള്ളൂ, ഇടത്തുള്ളൂ എന്ന്. എന്തോന്നടേ വർമ്മ സാറെ, ഞാൻ ഈ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ എന്താടോ വാര്യരെ ഇതൊന്നും നന്നാവാത്തേ, അറിയില്ല. വീട്ടിലോട്ട് അയച്ചു തന്നോ, ഞാൻ വീട്ടിൽ വന്നിട്ട് 2 ദിവസം കഴിഞ്ഞ് കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം ഞാനിത് ഇടത്തേ ഉള്ളൂ, ഇട്ട് അഭിനയിക്കാന്ന് പറഞ്ഞു. അവള് കംഫർട്ടബിൾ ആണോന്ന് ഉദ്ദേശിച്ചത് ഇടുമ്പോ ടൈറ്റോ ലൂസ് ആയിരിക്കും, അല്ലാതെ എന്തും ഇടും, അതാണ് ഉദ്ദേശിച്ചത്. മനസ്സിലായി? ടൈറ്റോ ആയിരിക്കും, ചിലപ്പോൾ ലൂസ് ആയിരിക്കും, അതായിരിക്കും ഉദ്ദേശിച്ചത്. അതിന് നിങ്ങളെല്ലാവരും രേണു നല്ലവളായെന്ന് വിചാരിക്കരുത് കേട്ടോ. ടൈറ്റോ ലൂസ് അതായിരിക്കും, ടൈറ്റ് ആണെങ്കിൽ പറ്റത്തില്ല, ലൂസ് ആണെങ്കിലും പറ്റത്തില്ല, ഫിറ്റ് ആയിരിക്കണം. ശരി രേണു, ഞാൻ അയച്ചുതരാം. അപ്പം റാസൽ ഗെയിമെ നിങ്ങൾക്ക് അറിയാലോ, എനിക്ക് അവിടെ അതെ റാസൽ ഗെയിമെല്ലാം നമ്മള് കഴിഞ്ഞ 5 വർഷമായിട്ട് അവിടെ തന്നെ. പിന്നെ എനിക്കത് പിന്നെ നിങ്ങൾക്കറിയാലോ, ഞാനത് എനിക്കവിടെ ജോലി തള്ളാറിച്ച് നമുക്ക് വാട്സ്ആപ്പ് കോൾ അവൈലബിൾ അല്ല. വോയിസ് കേട്ടോ, ഞാൻ ഈ പ്രൊമോഷന് പോകുന്നത് 2 മണിക്ക് 3 മണിക്കൊക്കെയാണ് ലേറ്റ് ആയിട്ട് ഞാൻ പ്രൊമോഷൻ കഴിയുമ്പോഴത്തേന് 6 മണി തൊട്ടുള്ള. അപ്പൊ എനിക്ക് ഈ വോയിസ് ഒന്നും ഞാൻ കേൾക്കത്തില്ല. ചിലപ്പോ കേട്ടെന്ന് വരുത്തി തീർത്ത് ഞാൻ ലൈക്ക് ഇടും. ഇതാണ് കാര്യം. അപ്പം ഇയാൾ പറഞ്ഞതോ ഒന്നും ഞാൻ കേട്ടില്ല, ഇയാൾ പറഞ്ഞിട്ടുള്ളതൊന്നും എനിക്കറിയത്തില്ല. ഇന്ന സീനൊന്നും എന്നോട് ഒന്നും പറഞ്ഞിട്ടില്ല, ഒരു ആൽബം ഉണ്ടെന്നേ പറഞ്ഞുള്ളൂ. പക്ഷെ ഇപ്പോഴെനിക്ക് മനസ്സിലായി, തെറുത്താത്തയുടെ കൊട്ടേഷനുമായിട്ട് എന്നെ എന്തോ കരുതി കൂട്ടി ഇവരെല്ലാം ചതിച്ചിട്ട് തെറുത്താത്തക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കൊട്ടേഷൻ. അതായത് തെറുത്താത്ത ഞാൻ സീരിയസിൽ ഒരു കാര്യം പറയട്ടെ, ഞാനും കണ്ടന്റ് ചെയ്യാറുണ്ട്, ഇല്ലെന്നൊന്നും പറയുന്നില്ല. ചോറി കടിച്ച് കുത്തി കോളം തണ്ണി കിണ്ടി വയ്ക്കും എന്ന് വെച്ചിട്ട് ഇത് ബേസിക്കലി ഞാൻ ഈ ഒരു വിഷയം മനസ്സിലാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് റീച്ചിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഉണ്ടാക്കുന്ന പരിപാടിയാണ്. അതായത് ഇറങ്ങാൻ പോകുന്ന ആൽബം അല്ലെങ്കിൽ ഷൂട്ട് ചെയ്യാൻ പോകുന്ന ആൽബവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കുകയാണ്. അപ്പം അത് അങ്ങനെ ഉണ്ടാക്കി വിടുമ്പോൾ അതെടുത്ത് ഇറങ്ങുമ്പോൾ നല്ല റീച്ച് കിട്ടും. അതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടി നിങ്ങൾ നോക്കി എഴുതി വെച്ചു. കുറേ സമയം ഇവരെല്ലാവരും ഒന്നിച്ച് ആ ഒരു പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു, പറഞ്ഞു തീർത്തു എന്ന് പറഞ്ഞൊരു വീഡിയോ വരും. അത്രേ ഉള്ളൂ, അതേ ഇവിടെ സംഭവിക്കത്തുള്ളൂ. അല്ലെ നിങ്ങൾ ഞാൻ പറയുന്ന കള്ളമാണെങ്കിൽ എന്റെ പകുതി മുട്ട അടിച്ചോണ്ട് പോകും. ഇതേ ഇവിടെ സംഭവിക്കത്തുള്ളൂ. പിന്നെ ഇവിടെ ഡ്രഗ്സ് ആണ്, സിന്തറ്റിക് ആണ്, ഇതാണെന്നൊക്കെ പറയും. ഇതൊന്നും ഇവിടെ ഒന്നും കേസ് എടുക്കാനൊന്നും പോകില്ല. പക്ഷെ ഇത് ചർച്ചാ വിഷയം. ഇനി അങ്ങനെ ഇവർക്ക് സിന്തറ്റിക്കും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് എവിടെ നിന്ന് കിട്ടി, നിങ്ങളുടെ ആൽബം ലൊക്കേഷനിൽ എങ്ങനെ ഈ സാധനം വന്നു, ഇതെല്ലാം ചോദ്യം ചെയ്യപ്പെടും. ഇതിന്റെ പിന്നാലെ എല്ലാം അന്വേഷണം പോകും. അങ്ങനെയാണെങ്കിൽ ഇവർക്കെതിരെ എല്ലാം നടപടി എടുക്കേണ്ടി വരും. മനസ്സിലായേ? അങ്ങനെ കുറെ കാര്യങ്ങളിന്റെ പിന്നാലെ ഉണ്ട്. അതുകൊണ്ട് വായത്തൊന്ന് കോതക്കമായിട്ട് വിളിച്ചു പറയുമ്പോൾ സൂക്ഷിക്കണം കേട്ടറാ, മീശയില്ലാത്ത ഡയറക്ടറിനാ, അല്ലെങ്കിൽ പിന്നെ മണ്ണത്തന്നെ ആയിപ്പോ. അതുകൊണ്ട് പറഞ്ഞതാ. എന്തോന്ന് ഇവരില്ലായിരുന്നെങ്കിൽ എന്നെ കൊന്നു കുഴിച്ചു മൂടിയാണ്. ആരാടാ ഇല്ലാത്തത് പറ. വീട്ടിൽ പോയ തീർത്താത്ത അതുപോലെ ഇപ്പൊ പലരെയും വെച്ചിട്ട് എന്നെ കൊടുക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിന്നെ കൊടുക്കാനാര്? കുടുക്കുപൊട്ടിയ കുപ്പായം കുണുകുണു അടുത്തിരുന്ന ഇടുക്കി പെണ്ണ എന്ത് തേങ്ങ നീ പറ. ബുദ്ധിയുള്ള മനുഷ്യർക്ക് ഇതെല്ലാം മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ബുദ്ധിയില്ലാത്ത നിന്നെയൊക്കെ പോലെ വിവരക്കെട്ടൊന്നും പണയാനില്ല. വീട്ടിൽ ചെന്ന് വിപിലാൽ എന്ന് പറഞ്ഞ ഈ വൃത്തികെട്ടവന്റെ വീട്ടിൽ ഞാൻ ചെന്നപ്പം ഇവന്റെ വൈഫും ഉണ്ട്. ഇവര് എനിക്ക് ഡ്രസ്സ് എടുത്തപ്പോ ഞാൻ ഇട്ട് കംഫർട്ടബിൾ ആണെന്ന്, ഞാൻ എന്തായാലും കംഫർട്ടബിൾ ആണോ നോക്കി ഫോട്ടോ എടുക്കും. കാരണം എനിക്ക് അറിയണം. ഞാനിപ്പോ നോക്കിയപ്പോ എനിക്ക് കംഫർട്ടബിൾ അല്ല കേട്ടോ, എനിക്കിത് കംഫർട്ടബിൾ അല്ല. എന്നിട്ട് പോലും ഇവര് സീൻ പറയുന്നില്ല. ഇവര് പറഞ്ഞു ഒരു പാർട്ടി വെയർ ആണ്, പാർട്ടിക്ക് ഡാൻസ് കളിക്കും. എന്റെ മീഡിയക്കാർ നിങ്ങൾക്കറിയാം, കുറച്ച് പേരാണെങ്കിൽ എന്റെ സുഹൃത്തുക്കളാണ്. ഞാൻ അവരെ അങ്ങനെയാണ്, എന്റെ ബ്രദർമാരും എന്റെ ചേച്ചിമാരുമായിട്ടാണ് ഞാൻ അവരെ കാണുന്നത്. അങ്ങനെയാണ്. അച്ഛനായിട്ടൊന്നും കാണണമെന്ന് പറയല്ലേ, തങ്കം ചേട്ടന് ഓർമ്മ വരും. കാരണം അവരന്നുള്ളത് കൊണ്ട് രക്ഷപ്പെട്ടു. അല്ലെ ഇവന്മാർ എന്നെ കൊന്നു കുഴിച്ചു മൂടിയാന്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് ആ ഒരു റിസോർട്ടിൽ അരങ്ങേറിയത്. അതെന്തുവാ കൊന്നു കുലിച്ചു മൂടിയനോ? കുലുക്കിയിട്ട് മൂടുവെന്നാ? എന്ത് തേങ്ങല്. അപ്പൊ ഇവള് പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പെർഫെക്റ്റ് ആണ്, ഞാൻ പെർഫെക്റ്റ് ഓക്കെ എൻറ്റിറ്റീസ് ആണ്, എനിക്ക് ആ ഡ്രസ്സ് കംഫർട്ടായുള്ള, അതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഇത്രയും ലൂസ് ആയിട്ടുള്ള വേണം, കുറച്ചുകൂടി ടൈറ്റ് ആയിട്ടുള്ള വേണം എന്ന് പറഞ്ഞു. പക്ഷെ അവര് തന്നില്ല. അവര് പറഞ്ഞു ലൂസ് ആയിട്ടുള്ള ഇട്ടോ എന്നായിരിക്കും. എന്തായാലും കൊള്ളാടെ നിങ്ങളാ സ്ട്രാറ്റജി എല്ലാം കൊള്ളാം. പിന്നെ നമുക്ക് വേറൊന്നുമില്ല കേട്ടോ, നമ്മൾ ഇടയ്ക്കാരെ കണ്ടന്റ് അടിച്ചിട്ട് പോകും. ഉള്ള കാര്യം പറയാം, അമ്മച്ചിയാണ് എനിക്കിത് കണ്ടിട്ട് ഉള്ള കാര്യം പറയാം. ഞാനിതിപ്പോൾ ഒരു കോമഡി പീസ് ആയിട്ടാണ് കണ്ടിട്ടുള്ളത്. സീരിയസ് ആയിട്ട് എടുക്കുന്ന മാറ്റർ അല്ല. നിങ്ങൾ ആരും ഇതൊന്നും സീരിയസ് ആയിട്ട് കാണല്ല കേട്ടോ, ചുമ്മാ സമയം പോക്കാണ്. ഇതെല്ലാം ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് കണ്ടാൽ മതി. വൈകുന്നേരം കൊണ്ടുവന്ന വസ്ത്രം എന്റെ അമ്മ. എന്തായാലും വൈകുന്നേരം കൊണ്ടുവന്ന വസ്ത്രത്തിനെ കുറിച്ചിട്ട് രണാസിനെ പറയുന്നത് കേൾക്കാം. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് സീൻ പറഞ്ഞു തരും. അപ്പൊ രാവിലത്തെ സീനൊന്നും കുഴപ്പമില്ല, ഒരു പൂ തരുന്ന സീനാണ്, നിങ്ങളെല്ലാം കണ്ടു കാണും. ഇയാള് തന്നെ പറഞ്ഞ് പ്രമോഷൻ കൊടുക്കും. ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോ തൊട്ട് ഇയാള് മാറ്റി മറിച്ചും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു. ഞാൻ എന്ത് സീൻ അടുത്തെടുക്കാൻ പോകുന്നു, ഇയാൾ ഒരു ഡ്രസ് എടുത്ത് തന്നിട്ടുണ്ട്. ഇതാണ് എന്ത് സീനാണ് അഭിനയിക്കണ്ടേ? ചിലനൊഴിയിൽ ചലിനൊളിയിൽ
സാഗര സൗന്ദര്യം. എനിക്ക് മനസ്സിലായി, മറ്റേതല്ലേ രാമൻകുട്ടിയേട്ടൻ പറഞ്ഞ മറ്റേതല്ലേ. ഇയാളുടെ വൈഫാണ്. ഇയാളുടെ വൈഫ് വന്നിട്ട് ഓരോന്ന് വീഡിയോ പിടിച്ചോണ്ടിരിക്കും. അപ്പൊ ഞാൻ ചോദിക്കുന്നുണ്ട്, ചേച്ചി എന്താ വീഡിയോ പിടിക്കുന്നത്? ഞാൻ വെറുതെ എനിക്കിതൊന്നും അറിയത്തില്ല. അപ്പം ഇവരെല്ലാം ഒത്തുകൊണ്ട് ഷെഫീന ബീവി എന്ന് പറയുന്നത്, അതായത് ഈ തെറുത്താത്തയ്ക്ക് കൊടുക്കാനുള്ള തെളിവുകളായിരുന്നു ഇതെന്ന് എനിക്ക് പറ്റത്തില്ല. എല്ലാം തെളിവുകളായി, എല്ലാം ഓർമ്മകൾ മാത്രമായി. ഏതോ നേർത്തെളിഞ്ഞ സൂര്യനുള്ളിനുള്ളിലെ ദീപനാളമായി പൊന്നും പൊന്നും പൊന്നും. എന്തായാലും ഞാൻ ഒരു കാര്യം ചുരുക്കി പറഞ്ഞുതരാം. അപരാധങ്ങളാണ്, എന്ത് പറയാം, കാട്ടപരാധങ്ങളാണ് ഈ ഷോർട്ട് ഫിലിമും ആൽബം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിന്റെയൊക്കെ മറവിൽ ഇവരൊക്കെ ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരം കാര്യങ്ങൾ ബേൺ ചെയ്യുക. ഇതിനെയൊക്കെ ഇനി മേലാൽ അഭിനയിക്കാനെന്നും പറഞ്ഞുകൊണ്ട് എടുത്ത് കിടത്തരുത്. ഉള്ള കാര്യം പറയാമല്ലോ, കാട്ടപരാധങ്ങളാണ് ഈ സൊസൈറ്റിയിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. രണാസുന ആൻഡ് ടീം. ഇതൊക്കെ എന്തുവാടാ, ഏതാടാ യൂണിവേഴ്സ്? അവള് പറയുന്നു അതാണ് ഇതാണ്, മാങ്ങയാണ് തൊലിയാണ്, തേങ്ങയാണ്, ചക്കയാണ്, കുരുവാണെന്ന്. ഇപ്പൊ ഞാൻ പറയുന്നത് മാങ്ങ എണ്ടിയാണ്, തേങ്ങ കുരുവാണ്, ചക്ക കുരുവാണ്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് താഴെ കമന്റ്. നിങ്ങൾക്ക് ഇതൊക്കെ കണ്ടിട്ട് എന്ത് ഫീൽ ചെയ്യുന്നത്? എനിക്ക് ഉടായ്പാട്ടാണ് ഫീൽ ചെയ്യുന്നത്. സീരിയസ്ലി റീച്ചിന് വേണ്ടിയിട്ട് അടുത്തുള്ള ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കുകയാണ്. ഇത് കണ്ടിട്ട് ജനങ്ങളോ അങ്ങനെ അയ്യോ രേണുസുതി നല്ലവളായിരുന്നോ, പെർഫെക്റ്റ് ആയിരുന്നോ, എൻറ്റീസ് ആയിരുന്നോ, ഈ ഒരു സാധനത്തിലോട്ട് പോകാനുള്ള ഒരു ഒന്നുമില്ല. അല്ലേ നമ്മളല്ലേ പുതിയൊരു വീഡിയോ ആയിട്ടാണ്.